അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ
നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോൻപ് പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ പീഡാനുഭവ കാലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ്, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും. നമ്മളെ ഒത്തിരി കഥാപാത്രങ്ങളെ ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് പീഡാനുഭവകാലത്തിൽ. അതിൽ എൻ്റെ ശ്രദ്ധയെ വല്ലാതെ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരാളാണ് ക്ലോഡിയ. ക്ലോഡിയ ആരാണ്? പിലാത്തോസ്, ഗവർണർ പിലാത്തോസിൻ്റെ വൈഫാണ്. കർത്താവിനെ യഹൂദന്മാർ പിടിച്ച രാത്രിയിൽ ക്ലോഡിയയ്ക്ക് ഒരു ദർശനം ഉണ്ടാകും. കർത്താവിനെ വിസ്തരിക്കുന്നതിൻ്റെ സമയത്ത് ക്ലോഡിയ ആ ദർശനത്തെ സംശയിക്കാതെ ആ സ്വപ്നത്തിൽ ദൈവപദ്ധതി വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് റഷ് ചെയ്ത് വന്ന് പീലാത്തോസിനോട് പറയും, അത് നീതിമാനായ മനുഷ്യനാണ്, ആ നീതിമാനായ മനുഷ്യൻ്റെ മേൽ കൈവെക്കരുത്, എനിക്ക് അദ്ദേഹം മൂലം സ്വപ്നത്തിലേറെ ക്ലേശമുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അത് ഒന്ന്, ഇന്ന് ആൾക്കാരെ തള്ളിക്കളയണമല്ല. അതെനിക്ക് തോന്നിയായിരിക്കും. ഇന്നും ദൈവം മനുഷ്യനോട് സ്വപ്നത്തിലൂടെയും ദർശനങ്ങളിലൂടെയും ഇൻസിഡൻസിലൂടെയും ഇത് മാത്രം കമ്മ്യൂണിക്കേഷനാണ് വരണത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഒന്നോ രണ്ടോ തള്ളിയാൽ പിന്നെ ആ വ്യക്തിയോട് ദൈവം കമ്മ്യൂണിക്കേഷനിലൂടെ സംസാരിക്കത്തില്ല. കാര്യം കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കണമെങ്കിൽ ഒരു വിശ്വാസ നിലവാരം ഉണ്ടാകണം. നിലവാരം മാത്രമല്ല, ഒരു ദൈവസ്നേഹ നിലവാരം ഉണ്ടാകണം. അതായത് ആദ്യകാലം, ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, എനിക്ക് 2ാം ക്ലാസ്സിൽ വെച്ച് ഭയങ്കര പനി വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്താണ് പനി കൂട്ടിയത്. രാവിലെയൊക്കെ എനിക്ക് നല്ല പനി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അപ്പനോട് പറയാം, എന്തുണ്ടായാലും ഞാൻ അപ്പനോട് പറയും, അപ്പം പാടില്ല ചെന്ന് പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അന്നൊക്കെ ആശുപത്രിയൊന്നുമില്ല. പിന്നെ ആശുപത്രി പോകണമെങ്കിൽ ഒരു വള്ളക്കാരനെ വിളിക്കണം. വള്ളവും പിന്നെ അന്നൊക്കെ ആൾക്കാർ എന്തെങ്കിലും ക്ഷീണം കൂടുമ്പോൾ വള്ളവും ആളും പിടിക്കാനേ പറയത്തുള്ളൂ. ഇന്നിപ്പോൾ വണ്ടി പിടിക്കാനല്ല പറയണത്. ഞങ്ങളുടെ നാട്ടിൽ വള്ളവും കാരണം മുഴുവൻ തോടുകളാണ്, റോഡില്ല താനും. അപ്പോൾ ആൾക്കാർ വള്ളത്തിലാണ് പോകണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര പണിയാണ്. ചിലപ്പോഴും വള്ളത്തിൽ പോയി കുത്തി പകുതിയാകുമ്പോൾ തന്നെ ആൾ മരിച്ചിട്ട് വെള്ളം തിരിച്ചു തന്നെ കാണാം. ഓരോരോ കാലം, ആ കാലമൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം മാറി നമ്മൾ. അപ്പോൾ ഞാൻ അപ്പനോട്, ഞാൻ കിടന്നു പോയി, തീരാത്ത അവസ്ഥയായിപ്പോയി, പൊങ്ങാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ രാത്രി ഒരു സംഭവം ഉണ്ടായി. രാത്രി ഒരു കുതിര, അപ്പുറത്തൊരു മനുഷ്യൻ വന്ന് എൻ്റെ തലയിട്ട് ചവിട്ടി. കുതിര കൊണ്ട് 2-3 ചവിട്ടി. അപ്പോൾ ഞാൻ പേടിച്ച് എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ കിടന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പനിയൊന്നുമില്ല. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞ്, അപ്പാ ഇന്നലെ കുതിരപ്പുറത്തൊരാൾ വന്നായിരുന്നു, ആ കുതിര കൊണ്ട് അയാൾ എന്നെ ചവിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ കണ്ണ് നിറഞ്ഞ പോലെ എന്നെ നോക്കി. എന്താ കാര്യം വെച്ചാൽ, ഞങ്ങളുടെ ഫൊറോണ പള്ളി മനക്കുടം പള്ളിയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ആൾക്കാരൊക്കെ പോണ തീർത്ഥാടനം പോലെ. അത് പുരാതനമായ പള്ളിയാണ്, 9ാം നൂറ്റാണ്ടിലുള്ള പള്ളിയാണ്. അത് ഫൊറോണ പള്ളിയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മനക്കുടം എന്ന പേര്. ഞാൻ അവിടെയാണ് ആദ്യം വികാരിയായിട്ടിരുന്നത്, അസിസ്റ്റൻ്റായിട്ടും പിന്നെ വികാരിയായിട്ടിരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പുണ്യാളനുള്ളത് ഗീവനസ് പുണ്യാളനാണ്. അപ്പം അപ്പൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അക്കാലങ്ങളിലൊക്കെ ഏറ്റവും അടുത്തത് അതാണ്. അതുകൊണ്ട് അപ്പം പറഞ്ഞു, പുണ്യാള കൊച്ചിന് അസുഖമാണ്, ഞാനെവിടെ പോകാനാണ്. അപ്പം ഞാനെവിടെ പോകാനാണ് ചോദിച്ചതിനാണ് പുണ്യാളൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ജീവിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ആ തലമുറ കാലഹരണപ്പെട്ടു പോയി. ഇന്ന് പുണ്യാളം വന്ന് ചവിട്ടിയാൽ പിള്ളേർ പറയത്തില്ല. അതിന് വിശ്വാസം ഉണ്ടാകണം, അതിനൊരു വിശ്വാസം ഉണ്ടാകണം. ആ പുണ്യാളിൻ്റെ അടുത്ത് പറയണമെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാകണം. അത് വളരെ പ്രാക്ടിക്കൽ ഫെയ്ത്താണ്. ഇന്നിപ്പോൾ പഠനമൊക്കെ കയറിയപ്പോൾ ദൈവം അങ്ങനെ ചെയ്യുമോ,
പിന്നെ ഓരോരുത്തരെയും തലക്ക് നിന്ന് ചവിട്ടാൻ പോവുകയല്ലേ, ഇതൊക്കെ ചുമ്മാ തോന്നിയതാണെന്നൊക്കെ പറയും. അങ്ങനെ പറയണത് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ ദൈവത്തിന് മാറ്റാനില്ല. പിന്നെ അതായത് ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്നേ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയണത് അവഗണിക്കരുത് ദൈവിക കാര്യം. ക്ലോഡിയ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആളാണ്. മത്തായി 27:19 മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ പിലാത്തോസ് ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. അപ്പൊ ക്ലോഡിയ സ്വപ്നം വിശ്വസിച്ചു, പക്ഷെ പീലാത്തോസും വിശ്വസിച്ചു. പക്ഷെ അധികാരം ആക്രാന്തവും കാരണം അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി. അതുകൊണ്ട് എന്ത് ചെയ്ത്, ക്ലോഡിയ പറഞ്ഞ വാക്കുകൾ കേട്ടു, ജനം പറഞ്ഞ വാക്കുകൾ കേട്ടു, രണ്ടും കേട്ടു. ജനം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് പുള്ളി കസേര ഉറപ്പിച്ചു. അല്ലെങ്കിൽ ജനം പോയി റിപ്പോർട്ട് ചെയ്യും സീസറിൻ്റെ അടുത്ത്. സീസറിൻ്റെ ഗവർണറല്ല ഇയാൾ. ജനം ഇയാൾക്കെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സീസർ ഇയാളെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കും. അതുകൊണ്ട് സീസറിനെ അയാൾ കേൾക്കേണ്ടി വരും. ജനത്തിനെ അയാൾ കേട്ടു, ക്ലോഡിയനെ അയാൾ കേട്ടു. എന്താ അതുകൊണ്ടാണ് അയാൾ കൈ കഴുകണത്. പിലാത്തോസ് കൈ കഴുകാൻ കാര്യം എന്താ? ക്ലോഡിയ പറഞ്ഞിട്ടാണ്. ഈ മനുഷ്യൻ നീതിമാനാണെന്ന് പറഞ്ഞു. അതാണ് അയാൾ പറയുന്നത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. മത്തായി 27:24 അവനെ ക്രൂശിക്കുക ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അതാണ് വിഷയം. ഈ നീതിമാൻ എന്ന് പറഞ്ഞത് ആരാണ്? ക്ലോഡിയാണ് പറഞ്ഞത്. അപ്പൊ ക്ലോഡിയ പറഞ്ഞത് ആരും വിശ്വസിച്ചതല്ല എൻ്റെ അർത്ഥം. ക്ലോഡിയയുടെ സ്വപ്നത്തെ ക്ലോഡിയ വിശ്വസിച്ചു. ക്ലോഡിയ പറഞ്ഞത് പീലാത്തോസ് വിശ്വസിച്ചു. പക്ഷെ വിശ്വസിച്ചെങ്കിൽ ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടത്തില്ല. എന്താ കാര്യം? വിശ്വാസം പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രവർത്തികളിലൂടെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹെബ്രായർ പറയണത്, ഹെബ്രായർ 4:2 അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം പീലാത്തോസ് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചു എന്ന് പറഞ്ഞാലേ, വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ വേണം. കസേര പോകാതിരിക്കാൻ വേണ്ടിയാണ് അയാള്, അതായത് കസേര പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കർത്താവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വിശ്വസിച്ചു, പക്ഷെ പ്രവർത്തിച്ചത് മറിച്ചായി പോയി. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എല്ലാവർക്കും ഉണ്ടാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും വിശ്വസിക്കും, പക്ഷേ പ്രവർത്തികൾ മറിച്ചായി പോകും. ഇത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. കാര്യം ഇതിനുള്ള മാർഗത്തിലേ ഉള്ളൂ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് ഈശോ പറഞ്ഞില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പറ്റത്. ഈ പീലാത്തോസ് ഇങ്ങനൊരു അവസ്ഥ ചെന്ന് ചാടിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അവസാനം പീലാത്തോസ് ആത്മഹത്യ ചെയ്യണതേ. പീലാത്തോസ് ചരിത്രം അവസാനിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. സങ്കടകരമായൊരു അവസ്ഥയാണത്. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്, പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പ്രൊട്ടക്ഷൻ പോയി. ദൈവമായ ഈശോയ്ക്ക് നന്ദി. കൃപാസനം അമ്മയുടെ കൈ പിടിച്ചാണ് ഞാനിവിടെ ഈശോയിലൂടെ ഇത്രയേറെ അടുത്തേക്ക് വന്നത്. ആ പരിശുദ്ധ മാതാവിനും നന്ദി. എൻ്റെ പേര് താര ശൈലേഷ്, ഇതെൻ്റെ ഭർത്താവ് ശൈലേഷ്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുക്കാനുള്ള കാരണം, എനിക്ക് യൂട്രസിലൊരു അഡനോമയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സർജറി ഓപ്ഷനുള്ളൂ, മെഡിസിൻസ് ഇല്ല. അതിനൊരു സർജറിക്ക് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. മാനസികമായിട്ട് എനിക്ക് കുറച്ച് എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ വിഷമം കണ്ടപ്പോൾ എൻ്റെ അനുജത്തിയാണ് പറഞ്ഞത് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചുമൊക്കെ ഞാൻ
ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവൾ പറഞ്ഞിട്ട് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പം എനിക്ക് ആദ്യമായിട്ട് എന്നുവെച്ചാൽ ആകെ ഒരു അമ്പരപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഈ ടോക്കണൊക്കെ കൊടുക്കാമായിരുന്നില്ലേ, ആ ടോക്കണൊക്കെ കൊടുക്കുമ്പം ഞാൻ ബാക്കിലോട്ട് മാറി നിന്ന് എനിക്ക് വേണ്ട ടോക്കൺ എടുക്കേണ്ട, എനിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയത് മാതാവിനെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു മാതാവിനെ കയ്യിൽ പിടിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് 3 മാസം തികയണേക്ക് മുന്നേ തന്നെ ഞാൻ സ്കാൻ ചെയ്യാൻ പോണതിൻ്റെ തലേ ദിവസം കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായപ്പം ഒരു നല്ലൊരു സ്മെല്ല്, അതായത് പനിനീർപ്പൂവിൻ്റെ സ്മെല്ല്. പനിനീർപ്പൂ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു 1000 പനിനീർപ്പൂക്കൾ കുത്തി വന്നൊരു സ്മെല്ല്. പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ അയ്യോ മാതാവ് വന്നതാണ്, നല്ല സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ എന്ന് ഒന്നുകൂടി ഞാൻ ശ്വാസം വലിച്ചു. ഒന്നുകൂടി കിട്ടി. 2 നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനെ വിളിക്കാൻ നോക്കിയപ്പോഴേക്കും സ്മെല്ല് പോയി. അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം നന്നായിട്ട് എനിക്കുണ്ടായി. പിറ്റേ ദിവസം നേരം വെളുത്ത് സ്കാനിങ് ടേബിളിൽ സ്കാൻ ചെയ്യാൻ പോയി. സ്കാനിങ് ടേബിളിൽ ഇരിക്കുമ്പം കാശ് രൂപ മുറുക്കെ പിടിച്ചാണ് സ്കാൻ ചെയ്യാൻ കിടക്കണത്. സ്കാനിങ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു തൻ്റെ യൂട്രസ് പഴയ സൈസ് തന്നെയാണ് ഇപ്പോഴും, ഒന്നും ചെയ്യണ്ട, അധികം പെയിനുമില്ല, ബ്ലീഡിങ്ങും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ, സർജറി വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ രോഗം മാറണം എന്നായിരുന്നില്ല, സർജറി ഒഴിവാക്കി തന്നെ എന്നായിരുന്നു. അതുപോലെ തന്നെ മാതാവ് സർജറി ഒഴിവാക്കി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന് 1000 നന്ദി. പിന്നെ ഈ കാശ് രൂപം കൈ പിടിച്ചാണ് ഞാൻ എവിടെയും പോണത്. അങ്ങനെ പോകുമ്പം 3 പ്രാവശ്യം ഈ കാശ് രൂപം എൻ്റെ കയ്യിലിരുന്ന് വിറച്ചായിരുന്നു. എന്നുവെച്ചാൽ 3 ദുരന്തങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി ജീവിതത്തിൽ. ഒന്ന് ഏട്ടന് ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടാവണതിന് 2-3 ദിവസം മുന്നേ ഈ കയ്യിലിരുന്നത് ഇങ്ങനെ വൈബ്രേറ്റ്, ഇങ്ങനെ അമർത്തി പിടിച്ചാണ് ഞാൻ പോണത്. അങ്ങനെ പോകുമ്പം കയ്യിലിരുന്നത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തു. അതായത് വൈബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പണ്ട് ചെറിയ ചെമ്മീനൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ഇറുക്കായിരുന്നു ചെറുതിലെ. ഞാൻ അങ്ങനെ ഇറുക്കുമ്പോൾ ഒരു പെടയണ പോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. അതുപോലൊരു ഫീലിങ്സ് വന്നു. അത് പിന്നെ അതുപോലെ വേറൊരു ദുരന്തമായിട്ട് എൻ്റെ ഒരു വ്യാജ ചെക്ക് കേസ് വന്നായിരുന്നു. അതിന് മുന്നും ഇതുപോലെ തന്നെ പിടഞ്ഞു. പിന്നെ എൻ്റെ ഇതിനകത്ത് 2-3 പേരായിട്ട് ഒരു ലോൺ പ്രശ്നത്തിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്തും ഇങ്ങനെ പിടഞ്ഞായിരുന്നു. എനിക്കന്നറിയില്ല അതിൻ്റെ സൂചന എന്തായിരുന്നെന്ന്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മാതാവ് എനിക്ക് തന്ന, ഈശോ എനിക്ക് തന്ന ഒരു സൂചനയായിരുന്നു. നിനക്ക് ദുരന്തം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സൂചന. അങ്ങനെ മാതാവ് അടയാളങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മെഴുകുതിരിയിലും കത്തുന്ന തിരിയിലൊക്കെ അടയാളങ്ങൾ കണ്ട് ഒരുപാട് അടയാളങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യോഗത്തിൽ രണ്ടാമത് വെച്ചിരുന്നത് ഞങ്ങളുടെ കടബാധ്യതകളെക്കുറിച്ചായിരുന്നു. കടബാധ്യതകളിൽ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുത്തു. ഫെബ്രുവരിയിൽ തന്നെ, പിന്നത്തെ കൊല്ലം ഫെബ്രുവരിയിൽ തന്നെ ഞങ്ങൾക്ക് 5 ലക്ഷത്തിൻ്റെ ലോണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗോൾഡ് ലോണും അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് ഒരു 8 ലക്ഷത്തോളം കടബാധ്യതകളുണ്ടായിരുന്നു. അത് തീർത്ത് തന്ന്. പിന്നെ ഇപ്പം ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിരുന്നില്ല അന്നാളിൽ. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ പുതുക്കിയപ്പം നിയോഗത്തിൽ വെച്ചായിരുന്നു 15 ലക്ഷത്തിൻ്റെ ഒരു ഭവന വായ്പയുണ്ട്. ആ ലോൺ ക്ലോസ് ചെയ്താൽ ആധാരം കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ലോൺ ക്ലോസ് ചെയ്യണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചായിരുന്നത്. അതുപോലെ തന്നെ ഞാനിത് ആധാരം കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ ഞങ്ങൾക്കത് എടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഏട്ടന് നല്ല നല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക്. നല്ല നല്ല വർക്കുകൾ കിട്ടി, നല്ല നല്ല ലാഭങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, വീട്ടിൽ ഐശ്വര്യം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമാധാനവും ഐശ്വര്യവും എല്ലാം എൻ്റെ ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഏട്ടൻ പറയും. ഈശോനും മാതാവിനും നന്ദി.
ഞാൻ ഒരു കോൺട്രാക്ടറാണ്. ഞാൻ സൈറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കാറുകാരൻ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ വന്നിടിച്ചു, എന്നെ തെറിച്ചു 1 മീറ്ററോളം ഞാൻ ഇറങ്ങി. എൻ്റെ ശരീരം മൊത്തം തൊലിയെല്ലാം പോയി. ദൈവത്തിൻ്റെ ഭാഗ്യത്തിനാൽ, ഈശോൻ്റെയും മാതാവിൻ്റെയും ഭാഗ്യത്തിനാൽ എൻ്റെ ഒടിവും ചതവൊന്നും ഉണ്ടായില്ല. ഈ വണ്ടി നിർത്താതെ പോയി. ഞാൻ എനിക്ക് നോക്കിയപ്പോൾ ആ സ്ഥലത്ത് ഒന്നുമേ കാണുന്നില്ല. നേരെ അവിടെ നിന്ന് വരുന്ന ചേട്ടന്മാരാണ് എന്നോട് പറഞ്ഞത്, ഈ കാറ് അവിടെ ഒരു വളവിൽ പോയി ഒരു തെങ്ങും വരടിച്ചു, അവർക്ക് ഫുള്ളായിട്ട് വണ്ടി തകർന്നെന്ന്. അങ്ങനെ അവർക്കും ഒന്നും പറ്റിയില്ല. വണ്ടികൾ 2 തകർന്നു. വണ്ടി തകർന്നെങ്കിലും ആളുകൾ കണ്ടാൽ പറയും ഇവരൊന്നും ജീവിച്ചിരിപ്പില്ലെന്ന് ഓർക്കും. അതുപോലെ ആയിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ അത്ഭുതമായി രക്ഷപ്പെടുത്ത ഈശോവിനും മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ പറയാനുള്ളത്, എനിക്കൊരു 9 വർഷമായി ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാണ്ട 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡെയിലി വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥനകളും കാലത്തെ ഡെയിലി ബ്രെഡും എല്ലാം ഞങ്ങൾ കേൾക്കുമായിരുന്നു. അതിൻ്റെ പ്രാർത്ഥനയിലൂടെ ആ 1.5 ലക്ഷം രൂപ അവർ ഞങ്ങളെ വിളിച്ചു തന്നു. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നത്, എല്ലാ മാസവും വന്നിവിടെ വന്ന് കറക്റ്റ് പത്രം വാങ്ങിക്കും. അത് ആസ്പത്രികളിലും ഒക്കെ പോയി, ആസ്പത്രികളിലും പറവൂര് ടൗണിലൊക്കെ നടന്ന് കൊടുക്കായിരുന്നു. ആസ്പത്രികളിൽ ചെല്ലുമ്പം രോഗികളെ കണ്ട് സംസാരിച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ട് അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനോ ഫുഡ് വാങ്ങിക്കാനൊക്കെ ഉള്ള ക്യാഷുകളൊക്കെ കൊടുത്ത് അങ്ങനെ സഹായിക്കായിരുന്നു. പിന്നെ GPay ചെയ്ത് ഓരോ രോഗികൾക്കും ക്യാഷ് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. ബഡ്സ് സ്കൂളുകളിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് അവരോടൊപ്പം കഴിച്ച് അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ജപമാല എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ജപമാലയൊക്കെ യൂട്യൂബ് നോക്കി 4 ജപമാലകളും പ്രകാശത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, അങ്ങനെ 4 ജപമാലകളൊക്കെ ഞാൻ പഠിച്ച് അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത്, മറ്റുള്ളവരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. അതുപോലെ പത്രം കൊടുക്കുമ്പം പ്രാർത്ഥനകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതും കൂട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അടുത്തുള്ള ക്യാൻസർ പേഷ്യൻസുകളൊക്കെ ചെന്ന് കാണും. റെസിഡൻസിൻ്റെയൊക്കെ കീഴിലൊക്കെ എന്തെങ്കിലുമൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്താൽ അവരെ സഹായിക്കായിരുന്നു. പിന്നെ ബൈബിൾ വായന 1/2 മണിക്കൂർ തീർച്ചയായിട്ടും മുടങ്ങാതെ ചെയ്യും. ജപമാല എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും മുടക്കാതെ ചൊല്ലും. ഞങ്ങളുടെ വാഹനങ്ങളിലൊക്കെ ജപമാല വെച്ചിട്ട് ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി, ഇതല്ല കേട്ടോ പറയാൻ ഒരുപാടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നും അതുപോലെ തന്നെ ജീവിക്കും. ഞങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും ഭക്തിയും എല്ലാം നൽകി നല്ല പ്രഭാപൂരിതമായിട്ട് തന്നെയാണ് ഈശോയും മാതാവും ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞുമില്ല. താര ശൈലേഷ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ശ്രദ്ധേയമായ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. ഉടമ്പടി 9 തവണ പുതുക്കിയ മകൾക്കും ജീവിത പങ്കാളിക്കും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിയോടും സന്തോഷത്തോടും കൂടി ആത്മീയ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന പല കാര്യങ്ങളും അമ്മ മുൻകൂട്ടി അറിയിച്ചു കൊടുക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒരിക്കൽ പോലും ചഞ്ചലപ്പെടാതെ നിരാശയിലടിപ്പെടാതെ പ്രത്യാശയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഏത് ക്ലേശത്തിൻ്റെ സമയത്തും ഈ കുടുംബത്തിന് അമ്മയും ഈശോയും നൽകിയ സംരക്ഷണത്തെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി ആത്മാർത്ഥമായി നാം ജീവിച്ചു തുടങ്ങുമ്പോൾ, നാം അമ്മ മാതാവിനോടും ഈശോയോടും നിരന്തരം സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വലിയ തോതിൽ ദൈവികമായ സംരക്ഷണം അനുഭവപ്പെടുവാനും അതിന് വരുന്ന ഏറ്റവും ചെറിയ ഉലച്ചിൽ പോലും നമുക്ക് മനസ്സിലാകും വിധം ദൈവികമായ അടയാളങ്ങൾ കൈമാറുകയും ചെയ്യും. അതാണ് സഹോദരി സൂചിപ്പിച്ചത്. പലതവണ കയ്യിലിരുന്ന കാശുരൂപം, ഉടമ്പടി കാശുരൂപം, അത് മീൻ പിടയുന്നത് പോലെ വല്ലാതെ ഉലയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും
ഓരോ തവണയും അതിന് തൊട്ടടുത്ത നിമിഷം ഒരു അപകടവും ആ ഒരു ദുരന്തവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആവശ്യവും വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇത് കമ്മ്യൂണിക്കേഷന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നാം എത്ര കണ്ട് കവനന്റിനോട്, ഉടമ്പടിയോട് കമ്മിറ്റഡ് ആണോ, ദൈവം അതനുസരിച്ച് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ പരിഹാരം നൽകുന്ന വിധം, സൂചനകൾ നൽകുന്ന വിധം, പുതിയ വഴികൾ തുറക്കുന്ന വിധം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഉടമ്പടി നമുക്കറിയാം, അത് നമുക്ക് ദൈവത്തോടും ദൈവത്തിന് നമ്മളോടും ഉത്തരവാദിത്തമുള്ള ഒരു ജീവിതക്രമമാണ്. നാം വെറുതെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു പോകുന്നതല്ല, മറിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും നമ്മൾ വ്യാപരിക്കുമെന്ന് ദൈവസന്നിധിയിൽ കൊടുക്കുന്ന ഒരു ബന്ധമാണ്, ഒരു കരാറാണ് ഉടമ്പടി എന്നത്. അതുകൊണ്ട് അവിടെ വിശ്വസ്തത കൊണ്ടാണ് ഈ ഉടമ്പടി എന്ന് നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ബന്ധം അവസാനിച്ചു എന്ന് കരുതരുത്. പലപ്പോഴും നമ്മൾ കാര്യം നേടാൻ വേണ്ടി മാത്രം ഉടമ്പടിയിൽ ജീവിതം തുടങ്ങുകയും കാര്യം നേടിക്കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ? ഉടമ്പടി അവസാനിപ്പിക്കുന്നു, ഇനി പുതുക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം വരെ നമുക്ക് കിട്ടിയിരുന്ന ദൈവിക സംരക്ഷണത്തിൽ നിന്നും നാം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പിന്നോട്ട് മാറുന്നു എന്നൊരർത്ഥമില്ലേ? അതുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുക എന്നത് ദൈവികമായ സംരക്ഷണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് തന്നെയാണ്. സഹോദരി സൂചിപ്പിച്ചു, ആധാരവുമായി അമ്മയുടെ അരികിൽ മാർച്ച് മാസം സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാണ് നിയോഗം സമർപ്പിച്ചത്. അമ്മ അത് അനുവദിച്ചു കൊടുത്തു. വാഹന അപകടമുണ്ടായപ്പോൾ ആ വാഹനത്തിൽ സഞ്ചരിച്ചവരാരും ജീവനോടെ കാണില്ല എന്ന രീതിയിൽ വാഹനങ്ങൾക്ക് വളരെ ഗുരുതരമായ ഡാമേജാണ് സംഭവിച്ചത്. അമ്മ അവിടെ ഉള്ളംകൈയിൽ സംരക്ഷിക്കുന്നത് പോലെ പോറൽ പോലും ഏൽക്കാതെ രണ്ട് വാഹനത്തിലുണ്ടായിരുന്നവരുടെയും ജീവനെ കാത്തുകൊണ്ടു. അത് നമുക്ക് ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും, അപകടകരമായ അവസ്ഥയിലും, അനിശ്ചിതത്വമുള്ള അവസ്ഥയിലും, പരിശ്രമങ്ങൾ പരാജയപ്പെടുന്ന അവസ്ഥയിലും നമുക്ക് കൂടെ നിന്നുകൊണ്ട് അമ്മ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ദൈവിക പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. അതുകൊണ്ട് സമയച്ചുരുക്കത്തിൽ അനുഗ്രഹം കിട്ടുമ്പോൾ വേഗത്തിൽ ദൈവത്തെ ഉപേക്ഷിക്കുകയല്ല, കൂടുതൽ എളിമയോടെ സ്നേഹത്തോടെ ആ ദൈവബന്ധം തുടർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സന്നദ്ധത കൂടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ കുടുംബം അക്രൈസ്തവ കുടുംബമായിരുന്നിട്ട് കൂടിയും 9 തവണ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ കണ്ടെത്തിയ കർത്താവിനെ ജീവിതത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങൾ എന്നും ആ ഈശോയിലുള്ള ശരണത്തിലും അമ്മ മാതാവിലുള്ള ആശ്രയത്വത്തിലും ജീവിക്കുന്നുവെന്നാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു സംരക്ഷണമായി, ഒരു സഹായമായി, ഒരു സന്തോഷമായി അനുഭവിക്കുവാൻ പറ്റുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന നമ്മൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. കാര്യം നേടുവാൻ വേണ്ടി മാത്രമുള്ള തീഷ്ണതയാവരുത് ഉടമ്പടി ജീവിതം, മറിച്ച് ഈശോയോട് അല്പം പോലും വേർവിട്ടു പോകാത്ത വിധം ഈശോയെ സ്വന്തമാക്കുവാനുള്ള സ്നേഹത്തിൻ്റെ തീഷ്ണതയാവണം നമുക്ക് ഉടമ്പടി ജീവിതം. അതിന് അമ്മ മാതാവും ഈശോയും നമ്മളെ നിരന്തരം സഹായിക്കുകയും കൈപിടിച്ച് വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ഭൗതിക നന്മകൾക്കും ആത്മീയ കോടാനുകോടി നന്ദി പറഞ്ഞു. അൾത്താരയിൽ വന്ന് നിൽക്കാൻ ഭാഗ്യം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു, ആറന്മുള എന്ന സ്ഥലത്ത് വന്നു. ഞാൻ ഹിന്ദുവാണ്, പുഷ്പലത. ഞാൻ ഇവിടെ വന്ന് 2019 ഞാൻ ഈ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത്. ഒരു പത്രം എനിക്ക് ഒരാൾ തന്ന്, ഞാൻ അന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടൂരൊരു പള്ളിയിൽ ഇതുപോലെ പോയപ്പോൾ അവിടെ 2 പത്രം കിടക്കുന്നു. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എനിക്ക് ഈ പത്രം ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ തരാമെന്ന് പറഞ്ഞൊരു പത്രം എനിക്ക് തന്നു. ആ പത്രത്തിൽ കണ്ട വിലാസം നോക്കി ഞാനിവിടെ വന്ന് കലവൂരുന്ന സ്ഥലത്താണെന്ന് അതിലെഴുതിയിട്ടുണ്ട്. എനിക്കൊന്നുമേ അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തന്നെ പോയി.
പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു. എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ ഓരോ അനുഭവങ്ങളും ഞാൻ എൻ്റെ അമ്മയോട് സങ്കടങ്ങൾ പറഞ്ഞു. എനിക്കൊരു വീടില്ല, വീട് മൊത്തം പോയി കിടക്കുക, ചോർന്നൊലിച്ച് എല്ലാം നഷ്ടപ്പെട്ട്. എൻ്റെ മകനുണ്ട്, അവൻ എൻ്റെ വീടൊന്നും നോക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈ വീടിങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ, വയ്യാത്തവരും എൻ്റെ ഭർത്താവാണെങ്കിൽ രോഗി കിടപ്പാണ്, അദ്ദേഹത്തിന് യാതൊന്നിനും ജോലിക്ക് പോകാനും ഒന്നും വയ്യ. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അതിനെന്നാ നമുക്ക് ഇത് വീടിൻ്റെ മേൽവശം പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു. മഴ വരുമ്പോഴെല്ലാം ചുവന്നൊലിച്ച് കിടക്കുവാണ്. അവിടുന്ന് ഞാൻ പിന്നെ ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, വേണ്ട ഇതിന്ന് ഒന്നിനും പോകണ്ട. അപ്പോൾ എനിക്കൊന്ന് തോന്നി, പഞ്ചായത്തിലൊന്ന് പറഞ്ഞാൽ എന്നാ വീടിന് കിട്ടുമല്ലോ എന്നും കണ്ട് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് അതിനെന്നാ തരാമെന്ന് പറഞ്ഞ് വീടിന് സാക്ഷിനായി കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, ആ വീട് നമുക്ക് വേണ്ട, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴും ഇവൻ പറഞ്ഞു, ഇവൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഇവന് ഒരു പൈസ പോലും നമുക്ക് തരത്തുമില്ല, ഒന്നുമേ ഇല്ല. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീടിന് വേണ്ടി പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, വേണ്ട നമുക്കത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഓർത്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത്, ഇത് പറ്റത്തില്ല, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ എവിടെ പോകും എന്നിങ്ങനെ കണ്ട് ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, നിങ്ങൾക്ക് വീടിന് അനുവദിച്ചത് ഇതുപോലെ നഷ്ടപ്പെട്ട് വേറൊരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വന്ന് എൻ്റെ അമ്മയുടെ പത്രം എടുത്ത് എനിക്ക് ബുക്ക് കൊണ്ട് ആ പുസ്തകത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഈശോയും അമ്മേ, എനിക്ക് കയറിക്കിടക്കാനൊരു സ്ഥലം എനിക്ക് തരണേ, എനിക്ക് ഒന്നുമേ ഇല്ല, ആരുമില്ല എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് അവിടുന്ന് പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മെമ്പർ വന്ന് പറഞ്ഞ്, അമ്മയ്ക്ക് വീട് അനുവദിച്ചിട്ടുണ്ട്, അമ്മ വന്ന് അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് ചെന്ന് എൻ്റെ വീടിനെ അനുവദിച്ച് ഞാൻ അമ്മയെ ആ അനുവദിച്ച ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയ്ക്ക് വെച്ച് ആ 3 മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി എൻ്റെ ഈശോയും എൻ്റെ അമ്മമാതാവും കെട്ടിത്തറപൊക്കി 4 ലക്ഷം രൂപയിലെ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. വാർപ്പ് നിരപ്പ് അതെല്ലാ സാധനവും നമ്മൾ ഇച്ചിരി മലയുടെ മണ്ടയ്ക്കാണ് താമസിക്കുന്നത്, അത് ബാക്കിയുള്ള പണിയൊന്നും ചെയ്യാൻ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിന് രോഗശയ്യയിലായി 2 പ്രാവശ്യം വീണ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് പോയി അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് എൻ്റെ മകൾ തിരുവല്ലയില്ല, ഞങ്ങൾ അവിടെ വന്ന് വീട്ടിൽ വെച്ച് അപ്പോൾ ഈ ഷെഡിനകത്ത് കൊണ്ട് അദ്ദേഹത്തെ കിടത്താൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ മോളുടെ അടുത്ത് പോയി താമസിച്ച് കഴിഞ്ഞ് ഞാൻ ഓർത്ത്, മാതാവേ അവിടുന്ന് എനിക്കൊരു ഭവനം തന്നിട്ടുണ്ട്, ഈ മനുഷ്യനെയും കൊണ്ട് ഞാൻ അവിടെ പോയി ജീവിക്കാൻ അദ്ദേഹത്തെ എനിക്ക് അവിടെ കൊണ്ട് എത്തിച്ച് തരണേന്ന് എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞാൻ ആ ഷെഡിനകത്ത് കിടക്കുന്ന വെള്ളമെല്ലാം ഒലിച്ച് കയറും. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് തന്ന ഭവനത്തിൽ നിന്ന് ബാക്കി പണിയെല്ലാം കിടക്കുക, വാർത്തിട്ടതേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മേ എനിക്ക് യാതൊരു നിവൃത്തിയില്ലേ, എൻ്റെ വീടിൻ്റെ പണി എനിക്ക് പൂർത്തീകരിക്കാൻ എനിക്കൊരു പൈസ പോലും ഇല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അമ്മയോട് സങ്കടപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ കടമുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇച്ചിരി പൈസ തന്നേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. എത്ര രൂപ വേണം നിങ്ങൾ അടയ്ക്കാനുണ്ടല്ലോ? ഞാൻ പറഞ്ഞു, ഞാൻ അടച്ചോളാം, കുറേശ്ശെ ഞാൻ അടച്ചോളാം, നിങ്ങൾക്ക് എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു, മാതാവേ സാറേ എനിക്കൊരു 2 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനാ. ആ 2 ലക്ഷം രൂപ മതിയോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 2 ലക്ഷം രൂപ മതി, കാര്യം എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പറഞ്ഞു, ശരി തരാമെന്നും പറഞ്ഞാൽ 2 ലക്ഷം രൂപയും കൊണ്ട് വന്ന് ബാക്കിയുള്ള പണി പൂർത്തീകരിച്ചു. എൻ്റെ മാതാവ് ഈശോയും എനിക്ക് ഇത്രയേറെ നന്ദി തന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി, എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഞാനിന്ന് അതിനകത്താണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ കുഴി വെള്ളം കിണറ്റിലുണ്ടായിരുന്നു, എല്ലാ ഉണക്ക സമയത്തും വെള്ളം പറ്റിപ്പോവും. എൻ്റെ മാതാവേ ഞാൻ ഉപ്പ് കൊണ്ടുവന്ന് വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ കിണറ്റിലിട്ട് ഇന്ന് ഞാൻ കോരിക്കൂടി, ഇന്ന് ഞാൻ മോട്ടർ അടിച്ച വെള്ളം രാവിലെ എൻ്റെ ആവശ്യത്തിനെടുത്ത് ഇഷ്ടം പോലെ എനിക്ക് വെള്ളം എൻ്റെ മാതാവ് തന്നു. എനിക്ക് കയറി കിടക്കാൻ എല്ലാവരും ആ ഇടയിൽ എല്ലാവരും പറയുന്നത്, നീ എങ്ങനെ വീട് വെച്ചു, നീ എങ്ങനെ തന്നു? ഞാൻ അപ്പോഴും പറഞ്ഞു, എൻ്റെ അമ്മ മാതാവ് ഈശോയും എനിക്ക് തന്നേ, എനിക്കല്ലാതെ ആരുമില്ല. എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ എങ്ങനെ ഇത് വെച്ച്? അപ്പോഴും ഞാൻ പറഞ്ഞു, ഈശോയും അമ്മയാണ് എനിക്ക് തന്നത്. ഇന്ന് ഞാൻ അവിടെ എന്നെ 5:30 ആകുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കും. ഞാനൊരു ഹിന്ദുവാണ്,
എന്നാലും എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കും, എടി പ്രാർത്ഥിക്കുന്നില്ലയോ? ഞാൻ എണ്ണീറ്റ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എന്ന് ഞാൻ ഇന്നും ഞാൻ ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മ ഈശോയെ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. പിന്നെ എൻ്റെ മോടെ തലയിൽ ഭയങ്കര ഉയരത്തിൽ നിന്ന് ഒരു തേങ്ങ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ തലയുടെ ഉച്ചയ്ക്ക് വന്ന് വീണ് ഞാൻ പോലും അറിഞ്ഞില്ല. എന്നോട് പറയാതെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞാനിവളെ വിളിച്ചെണ്ണ പറഞ്ഞു, അവളെ ആശുപത്രി കൊണ്ട്. കുഞ്ഞ് പറഞ്ഞു, അമ്മയെ ആശുപത്രിക്ക്. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അമ്മയുടെ തലയിൽ ഒരു തേങ്ങ വീണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഞാൻ കൈയും കാലും മുഖവും കഴിച്ച് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, അവയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഒറ്റ മോളെ ഉള്ളേ, മാതാവേ നീ കാത്തോണേ, നീ കൂടെ പോണേ, എൻ്റെ കുഞ്ഞിനൊന്നും വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ സ്കാൻ ചെയ്ത് അതിശയമായിട്ട് ഡോക്ടർ പറഞ്ഞു, യാതൊരു കുഴപ്പങ്ങളും ഇല്ലെന്ന്, നീ മോളായി നിൽക്കുന്നത്. അവൾക്ക് ഈ സമയം വരെ ഞാൻ എപ്പോഴും ചോദിക്കും, മോളെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒത്തിരി എൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എൻ്റെ അമ്മ അത് കേൾക്കും. പരിശുദ്ധ അമ്മേ, ഇനിയുള്ള കാലം മുഴുവൻ എൻ്റെ അമ്മയെ ഈശോയെ മാത്രം മതി എനിക്ക്. അങ്ങനെ ഞാൻ ജീവിക്കുന്നത്. ഇത്രയും നന്ദി പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഈ അൽത്താരെ കയറി ഞാൻ ആദ്യമായിട്ടാണ് കയറി ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത്. എൻ്റെ അമ്മ ഈശോയും ഒരു കോടി നന്ദി, എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് വീണ് കിടന്ന് ഞാൻ ഇപ്പോൾ 2.5 വർഷമായി കിടന്ന കിടപ്പിലാണ്. എല്ലാം അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി നടക്കത്തില്ല. എൻ്റെ മോൻ ചോദിച്ചു, നിങ്ങൾ വലിയ ഭക്തയാണല്ലോ, അമ്മ എന്താ അച്ഛനെ നടത്താത്തത്? ഞാൻ എൻ്റെ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാലെ പുരട്ടുമായിരുന്നു. ഇപ്പം അദ്ദേഹം തന്നെ എഴുന്നേറ്റ് നടക്കും. എൻ്റെ അമ്മയെ ഈശോയെ 1000 കോടാനുകോടി നന്ദി. അദ്ദേഹം നടക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1 കോടി നന്ദി, 1 കോടി. എത്ര സ്തുതിച്ചാലും മതി വരില്ലേ. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, പ്രായമായി ഞാൻ എൻ്റെ ഭർത്താവിനെ ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ഒന്നിനും പോയിട്ടില്ല. പക്ഷേങ്കിൽ എന്നോട് എവിടെ വെച്ച് ഒരച്ഛനും അമ്മയും പ്രായമുള്ളവരാരും എനിക്ക് വിശന്നെന്ന് പറഞ്ഞാലും മോളെ എനിക്ക് തരാൻ പറഞ്ഞ് ഞാൻ 10 രൂപ വെച്ചാൽ 100 രൂപ കൊടുക്കും. എൻ്റെ കയ്യിലില്ല കൊടുക്കാൻ, എന്നാലും ഞാൻ കൊടുക്കും. അത്രയും എനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്തു. അതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി. അല്ലാതെ പത്രം കൊണ്ട് കൊടുക്കും. ഞാൻ എല്ലാവരും എന്നോട് പറയും, പത്രം കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ പറയും, ഇതെന്തിനാ, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ, ഇതെന്തിനാ, ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയാം, അങ്ങനെ പറയല്ലേ. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അവരോട് പറയും. ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് നിന്ന് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ചു. ആരും പറഞ്ഞില്ല വേണ്ടാന്ന്. ഞാൻ ഇത്രയും നന്ദി എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1 കോടി നന്ദി. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ആത്മീയ ജീവിതം ഞാൻ 5:30 എൻ്റെ ഭർത്താവ് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും. സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അതിതുവരെ മുടങ്ങിയിട്ടില്ല. ചില ദിവസം ഇച്ചിരി താമസിക്കും. എന്നാലും ഞാൻ ഈശോയോടും അമ്മയോടും പറയും, അമ്മേ, ഞാൻ ഇത്രയും ഒരു ചെറിയ പണിയുണ്ട് എനിക്ക്, ഞാൻ അതിനും പോയിട്ട് വന്ന് വീട്ടിലെ ജോലി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അമ്മേ, ഞാൻ എൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയത് അമ്മേനോട് ക്ഷമിക്കണേ എന്ന് പറയും. എന്നാലും ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതില്ല പ്രാർത്ഥിക്കും. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. ബൈബിളിൽ ഞാൻ വായിക്കും, ജപമാല മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. എനിക്ക് കാല് മടക്കത്തില്ലായിരുന്നു. ഞാൻ ആ മുട്ടുകാലയിൽ നിന്ന് ആ ജപമാല തീരുന്നിടം വരെ ഞാൻ പ്രാർത്ഥിക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മാതാവേ, ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വചനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും എപ്പോഴും ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുണ്ടാകും. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ ആത്മീയതയുടെ ഒരു നിറവിടമാണ്. ഈശോ നമ്മെ അനാഥരാക്കി വിടുന്നില്ല എന്നത് പലപ്പോഴും കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെയാണ് എന്ന് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഉടമ്പടിയിലൂടെ അസാധ്യമായ കാര്യങ്ങൾക്ക് പരിഹാരം കാണുകയും രോഗസൗഖ്യവും കുടുംബസമാധാനവും ഭവനമില്ലായ്മയിൽ നിന്ന് ഭവനവും പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
പരിശുദ്ധമ്മ ഇടപെട്ട് ഈശോയിൽ നിന്നും മേടിച്ചു തരുന്നതാണ്. മരിയൻ ഉടമ്പടി നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു. ആ ജീവിതത്തിൽ കൃപാസനം അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത്. ഏത് പ്രതിസന്ധി ആയാലും ജീവിത പ്രശ്നങ്ങളായാലും അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉടമ്പടിയിൽ നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു. നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയാണ് ഉടമ്പടി മക്കളുടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ കേട്ട സാക്ഷ്യം പുഷ്പലത എന്ന സഹോദരിയുടെ സാക്ഷ്യമാണ്. ഈശോയിലും അമ്മയിലും ചേർന്ന് ദീപിക്കുമ്പോൾ നമുക്കുമൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം നടത്തി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന മക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വസിച്ച് അമ്മ മാതാവിൻ്റെ കൃപാസനം അമ്മയുടെ വഴികളിലൂടെ നടന്നാൽ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അനാഥരാവില്ല. നമ്മുടെ കൂടെ ദൈവമുണ്ട്. മരിയൻ ഉടമ്പടി വിശ്വസ്തരായി നിലനിൽക്കുവാൻ, കൃപയിൽ നിലനിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവസാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പുഷ്പലതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് റീഷ്ണ. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 19 ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് എൻ്റെ ഫ്രണ്ടിലൂടെയാണ്. അവൾ ആദ്യമായി സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഫ്രണ്ടായിരുന്നു, അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ കുറച്ച് നാളായിട്ട് അവർ വേറെ ദൂരെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു. കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൾക്ക് അമ്മ മാതാവ് ഞങ്ങളെക്കുറിച്ച് സ്വപ്നം കാണിച്ചു. അങ്ങനെയാണ് ഇവിടെ വരാൻ സാഹചര്യം ഉണ്ടായത്. ഇത് ഹസ്ബൻഡ് അവിടെ ഒരു ഫിനാൻസ്, ഷാജിത്ത് എന്നാണ് പേര്, ഫിനാൻസ് കമ്പനി നടത്തുമായിരുന്നു പാർട്ട്ണർഷിപ്പുമായിട്ട്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കൊറോണ വന്നതിന് ശേഷം ബുദ്ധിമുട്ടുള്ള ആ സമയത്തായിരുന്നു അവൾ സ്വപ്നം കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നാട് വിട്ട് പോകണമെന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് അവൾ വിളിച്ചു പറഞ്ഞു, ദൂരെ എവിടെയോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. അവൾ മാതാവ് അവളെ ഹസ്ബൻഡിനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾക്കിവിടെ ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതെന്ന് അവളാണ്. വരാനുള്ള പൈസയെല്ലാം തന്ന് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതും അവൾ തന്നെയാണ്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. മാതാവിനും തിരുവുമാരും ഒരായിരം നന്ദി. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഭാര്യ പറഞ്ഞതുപോലെ നമ്മളൊരു ഫാമിലി ഫ്രണ്ട്, അതായത് ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതുപോലെ തന്നെ അവർ സ്വപ്നത്തിൽ കാണുകയും ഞങ്ങളെ വിളിച്ച്, അവർക്കും സംശയമായിരുന്നു ഞങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. ഞാൻ രാത്രി 1 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയായിരുന്നു. സാമ്പത്തികമായി തകർന്നപ്പം 25 വർഷത്തെ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ആ കൊറോണയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക പ്രശ്നത്തെ നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്നെക്കൊണ്ടത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റുകൾ എനിക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന അവസ്ഥകളായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, മുന്നോട്ടുള്ള എൻ്റെ ഭാവിയെക്കുറിച്ചും എനിക്ക് ചിന്തിക്കുമ്പം ഒരു ഉത്തരവും കിട്ടുന്നില്ല. എങ്ങനെ ബാധ്യതകൾ തീർക്കും, എനിക്ക് കൊടുക്കാനുള്ളവരുടെ കുറേ പൈസകൾ ഞങ്ങൾക്ക് ബാധ്യതകളുണ്ടായിരുന്നു. അവരോട് എന്ത് ആൻസർ പറയുന്നു അറിയാൻ പറ്റാത്ത അവസ്ഥകളായിരുന്നു. ആ സമയത്തായിരുന്നു മാതാവിനെക്കുറിച്ച് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പറയുന്നതും അവർക്ക് സ്വപ്നത്തിൽ എൻ്റെ അവസ്ഥ കാണുന്നതും അവർ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതായിട്ട് അവർ സ്വപ്നത്തിൽ കാണുകയും ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് ഞങ്ങളിവിടെ വന്നു. ആദ്യമേ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷങ്ങളിൽ ഞങ്ങളുടെ മാറ്റങ്ങൾ ഞങ്ങൾ വന്നു തുടങ്ങി. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ആദ്യത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാലയ്ക്ക് ശേഷം എനിക്ക് ഇൻകം ടാക്സിൽ നിന്ന് കുറച്ച് എമൗണ്ടുകൾ വരാറുണ്ടായിരുന്നു. ആ എമൗണ്ട് ഒരു രീതിയിലും കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം തന്ന് അനുഗ്രഹിച്ചു. ഈ കാശുരൂപം കൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഓഫീസിൽ പോയി സംസാരിച്ചു. എങ്ങനെയാണെന്നറിയില്ല, ഒരു ഇൻകം ടാക്സ് ഓഫീസർ ഒരിക്കലും ഒരു കസ്റ്റമറോട് പെരുമാറുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ള ഒരു സമീപനം. ഇത്രയും ഹൃദ്യമായിട്ടും എൻ്റെ കാര്യത്തിൽ അവർ പേഴ്സണലായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പേഴ്സണൽ മൊബൈലിൽ നിന്ന് ഹയർ അതോറിറ്റിക്ക് സംസാരിക്കുകയും എനിക്ക് കിട്ടാൻ ഒരു
ഒരു രീതിയിൽ അത് കിട്ടാൻ പറ്റാത്തൊരു എമൗണ്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ, മാതാവിൻ്റെ അവർക്ക് തോന്നിച്ചാന്നറിയില്ല, എന്നാലും ആ രീതിയിൽ അവരെനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്രയും എമൗണ്ടുകൾ എനിക്ക് ഒരു 90% എമൗണ്ട് അതിൽ തിരിച്ച് കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു, വലിയൊരു മിറാക്കിളായിരുന്നു അത്. അതിനുശേഷം എനിക്ക് സാമ്പത്തിക സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുവരെ കമ്പനിയുടെ 70% ഉത്തരവാദിത്വം എൻ്റെ തലയായിരുന്നതുകൊണ്ട് എൻ്റെ പാർട്ട്നേഴ്സ് ഒഴിവാക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിരുന്നാലും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ സ്ഥാപനം നടത്തി പോകാൻ താല്പര്യമില്ല, എൻ്റെ പാർട്ട്നേഴ്സ് അത് ഏറ്റെടുക്കട്ടെ. അങ്ങനെ ഇതും ഒരു മിറാക്കിൾ തന്നെയായിരുന്നു. അവരും എന്നെ അത് എത്രയും പെട്ടെന്ന് എന്നെ ലീഗലായിട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ എന്നെ ലീഗലായിട്ട് അവർ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി തന്നു. ബാധ്യതകൾ ഇനിയും കുറച്ചുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുക, അത് കൊടുത്തു തീർക്കാൻ എനിക്ക് പറ്റും. ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എന്നെ എത്തിച്ചതും മാതാവ് തന്നെയാണ്. ഇപ്പം കമ്പനിയിൽ നിന്ന് ലീഗലായി ഞാൻ ഒഴിവായി. ഇനി മറ്റു കാര്യങ്ങൾ മാത്രമേ കുറച്ച് ബാധ്യതകൾ മാത്രമേ ഉള്ളൂ, അതും തീർക്കാൻ പറ്റും. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും സംഭവിച്ചത്. ജീവിതത്തിൽ അതുപോലെ കൊച്ചു നിറയെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ചില അപകടങ്ങളിൽ നിന്നും പല പ്രാവശ്യം ഞങ്ങൾ രക്ഷപ്പെട്ടതും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം മദ്യപാനശീലം ഉണ്ടായിരുന്ന എന്നെ ഇപ്പം പൂർണ്ണമായിട്ടും മദ്യപാനശീലം ഒഴിവായി. ഇപ്പോൾ സന്തോഷമായ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നു. ബാധ്യതകളുണ്ടെങ്കിലും വലിയൊരു ആ ടെൻഷൻ, ഉണ്ടായിരുന്ന അനുഭവിച്ച ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒരു 90% ഇപ്പം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയിൽ നിന്ന് ലീഗലായിട്ട് ഒഴിവാകാൻ പറ്റി. പക്ഷേ ഒരു 8 മാസക്കാലം ജോലിയൊന്നും ഇല്ലാതെ നടന്നിരുന്നു. ആ സമയത്ത് കമ്പനി തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ ഇപ്പോൾ ജോലിയും ചെയ്യുന്നുണ്ട്. അതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം അവിടെ ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അപ്പം അവിടെയുള്ള പള്ളികളിലും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കുറേ പേരൊക്കെ ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി പേര് വേണ്ടാന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിലും ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല ഇതായി. അത് ഒത്തിരി പേര് സന്തോഷത്തോടെ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചോദിക്കും അവരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് എല്ലാ വിധത്തിലും സാമ്പത്തികം അല്ലാത്ത രീതിയിലും ഞങ്ങൾ ആർക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണമെങ്കിലൊക്കെ ചെയ്യാറുണ്ട്. അവിടെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ പോയി അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അതല്ലാതെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ, അല്ലാത്ത വലിയ സെലിബ്രേഷനൊന്നും ഞങ്ങൾ ചെയ്യാറില്ല വീട്ടിൽ. പിന്നെ വേറെ അവിടെ രോഗികളൊക്കെ ആയിട്ടുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങളാൽ കഴിയുന്ന പൈസ കൊടുക്കും. ബർത്ത്ഡേ വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളാൽ സെലിബ്രേറ്റ് ചെയ്യാതെ അവിടെയൊക്കെയാണ് പോയിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സാധാരണ ട്രെയിനിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മോളുടെ ഹോൾ ടിക്കറ്റ്, മോൾ 10th പഠിക്കുന്നത്. അപ്പം മോളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ട്രെയിന് കിട്ടിയില്ല. അപ്പോൾ ബസ്സിന് ബുക്ക് ചെയ്തു. ബസ് ഇവിടെ എത്താൻ ഒത്തിരി ലേറ്റായി, 2 മണിക്കൂർ. 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത്. വരുന്ന വഴിക്കൊക്കെ ബസ്സിലിരുന്ന് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തി എന്തോ ഭാഗ്യത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അച്ഛനെ ഇല്ല. പക്ഷേ ആ ഉച്ചയ്ക്ക് അച്ഛൻ പോകുന്നതിൻ്റെ 1:30 ആ സമയം വരത്തില്ല, ലാസ്റ്റ് സമയത്ത് ഞങ്ങൾക്ക് അച്ഛനെ കണ്ട് മോൾക്ക് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇവിടെ അച്ഛനെ കാണാൻ പറ്റി. ഹസ്ബൻഡിൻ്റെ ഫിനാൻസ് കമ്പനിയിലെ പ്രോബ്ലം വന്നപ്പോൾ അച്ഛനെ കാണാനും പറ്റി. സാധാരണ അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട്, ഞാനാണ് ഉടമ്പടി എടുത്തത്, ഹസ്ബൻഡല്ല. അപ്പം ഭാര്യയുടെ ഉടമ്പടിയിൽ അങ്ങനെ നടക്കില്ല എന്ന്. ഒത്തിരി അസുഖമുള്ളവർക്ക്, ക്യാൻസർ പേഷ്യൻസിന്, അവർക്കൊക്കെയാണ് അച്ഛനെ കാണാനുള്ള, ഭാര്യയുടെ ഉടമ്പടിയിൽ ഭർത്താവിനെ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ വന്ന് എഴുതി കൊടുത്തു അച്ഛനെ കാണാനായിട്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് ടോക്കൺ കിട്ടി. അങ്ങനെ ഹസ്ബൻഡ് അച്ഛനെ കാണാൻ പറ്റി. വിഷമങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ കാശ് രൂപം കൊടുത്തു. അത് വെച്ചിട്ടാണ് ഇൻകം ടാക്സ് കമ്പനി അവിടെ ഓഫീസറെ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ആ പൈസ തിരിച്ചു കിട്ടിയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദുസാണ്. അപ്പം എനിക്ക് ഫ്രണ്ട് ലിജിയാണ് ഇവിടെ വരാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയെന്ന് പറഞ്ഞു. അവൾ തന്നെ എനിക്ക് ജപമാല കൊണ്ടുതന്നു, ബൈബിള് കൊണ്ടുതന്നായിരുന്നു.
അപ്പോൾ ജപമാല ചൊല്ലാനൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. എപ്പോഴും എവിടെയെങ്കിലും പോയി അങ്ങനെ പുറത്തൊക്കെ പോയി ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെയും ഉറങ്ങുന്നതിന് മുമ്പേ ജപമാല ചൊല്ലി ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് കിടക്കാറുള്ളൂ. ബൈബിൾ വായിക്കാൻ എനിക്ക് ബൈബിൾ കൊണ്ട് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോണിലെങ്കിലും ബൈബിൾ വേർഡ്സ് വായിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ചെറുതോ വലുതുമായിട്ടുള്ള ഇനിയും ഒത്തിരി രോഗസൗഖ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നും അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18:16 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും അച്ഛൻ തന്ന കാശുരൂപവും പിന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഓരോ കാര്യത്തിന് വേണ്ടി പോകുമ്പോഴും വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോയപ്പോഴാണ് എല്ലാ കാര്യവും പടിപടിയായിട്ട് മുന്നോട്ട് നീക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചത്. ഇൻകം ടാക്സ് ഓഫീസർ മാതാവിൻ്റെ രൂപത്തിൽ തന്നെ വന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ആ എമൗണ്ട് എല്ലാം തിരിച്ചു കിട്ടാനായിട്ട് ഇവർക്ക് സഹായിക്കുകയും ചെയ്തു. 70% ആ കമ്പനിയിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പിന്നെ ലീഗലായിട്ട് കമ്പനിയിൽ നിന്ന് ഒഴിവായി പൂർണ്ണമായിട്ടും മാറുവാൻ സാധിച്ചത്. ഇതെല്ലാം സാധ്യമായത് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണെന്നാണ് ഇവരുടെ പൂർണ്ണ വിശ്വാസം. അതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന വഴി ലഭിച്ച ദൈവകൃപയും ഇവരിൽ സമർപ്പിച്ച ആ വിശ്വാസത്തോടെയുള്ള നിയോഗം സമർപ്പിച്ചുള്ള ഉടമ്പടി ജീവിതവുമാണ് ഇവരെ ആ പ്രതിസന്ധിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവരെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനസ്സിലാക്കാം, ആഴമുള്ള വെള്ളം ഉള്ള സ്ഥലങ്ങൾ, അതായത് വെള്ളത്തിൽ പോകുന്ന അവസ്ഥകൾ ഉടമ്പടിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കും കരുതാം. ദൈവം നമ്മെ കൂടെയുള്ള ഒരു ദൈവമാണ്, നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ്, കൈപിടിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോയുടെ കൈപിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ടും. തോന്നുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കൈകളിൽ പിടിക്കുവാനുള്ളത് സഹായം നൽകുന്നതും പരിശുദ്ധ അമ്മയാണ്. നമുക്കും നമ്മുടെ ഓരോ സാഹചര്യങ്ങളും ഏതവസ്ഥയാണെങ്കിലും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ പിടിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും നമുക്കും വിശ്വസിക്കാം. രീഷ്ണയ്ക്കും കുടുംബത്തിന് ലഭിച്ച